മണ്ണിലേക്കിറങ്ങി. കൈവീശി ചിരിയോടെ സുനിത വില്യംസിനെയും സംഘത്തെയും പുറത്തെത്തിച്ചു. ക്രൂ 9 ലാൻഡിംഗിന് ശേഷം സുനിത വില്യംസും സംഘവും ഡ്രാഗൺ പേടകത്തിന് പുറത്തേക്കിറങ്ങി. കൈവീശി കാണിച്ച് ചിരിച്ചുകൊണ്ടാണ് സുനിത വില്യംസ് പുറത്തേക്കിറങ്ങിയത്. നിക്ക് ഹേഗാണ് യാത്രക്കാരിൽ ആദ്യം പുറത്തിറങ്ങിയത്. മൂന്നാമതായി സുനിതയും പുറത്തിറങ്ങി. യാത്രികരെ നിലവിൽ സ്ട്രെച്ചറിൽ വൈദ്യപരിശോധനയ്ക്കായി മാറ്റി. സുനിത വില്യംസും സംഘവും സഞ്ചരിച്ച ക്രൂ 9 ഡ്രാഗൺ പേടകം മെക്സിക്കൻ ഉൾക്കടലിൽ ഫ്ലോറിഡയുടെ തീരത്തോട് ചേർന്ന് 3:30-ഓടെയാണ് ലാൻഡ് ചെയ്തത്. സ്പേസ് എക്സിന്റെ MV മേഘൻ എന്ന കപ്പൽ പേടകത്തെ കടലിൽ നിന്നും വീണ്ടെടുത്ത് യാത്രക്കാരെ കരക്കെത്തിച്ചു. അങ്ങനെ മാസങ്ങൾ നീണ്ട ദൗത്യത്തിന് ശേഷം ക്രൂ 9 സംഘം ഭൂമിയിലെത്തി. ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം രാവിലെ 10:35-നാണ് ഫ്രീഡം ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് അൺഡോക്ക് ചെയ്തത്. നിക്ക് ഹേഗ്, സുനിത വില്യംസ്, ബുച്ച് വിൽമോർ, പിന്നെ റഷ്യൻ കോസ്മോനോട്ട് അലക്സാണ്ടർ ഗോർബുനോവ് എന്നിവരായിരുന്നു പേടകത്തിലെ യാത്രക്കാർ. സ്റ്റാർലൈനർ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ദൗത്യ കാലാവധി നീട്ടേണ്ടി വന്ന സുനിത വില്യംസും ബുച്ച് വിൽമോറും നീണ്ട 9 മാസത്തെ ദൗത്യം ആവേശകരമായി പൂർത്തിയാക്കിയാണ് ഭൂമിയിലേക്ക് തിരിച്ചെത്തിയത്. 2024 ജൂൺ 5-നായിരുന്നു ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പരീക്ഷണ പേടകത്തിൽ സുനിത വില്യംസും ബുച്ച് വിൽമോറും ISS-ലേക്ക് കുതിച്ചത്. വെറും 8 ദിവസം മാത്രമായിരുന്നു ദൗത്യ കാലയളവ്. എന്നാൽ സാങ്കേതിക തകരാറ് കാരണം സ്റ്റാർലൈനറിൽ സുനിതയ്ക്കും ബുച്ചിനും മടങ്ങി വരാനായില്ല. ഇരുവരുമില്ലാതെ പേടകത്തെ ലാൻഡ് ചെയ്യിക്കുകയാണ് ബോയിങ്ങും നാസയും ചെയ്തത്. ഡ്രാഗൺ പേടകത്തിൽ നിന്ന് സോളാർ പാനലുകൾ അടങ്ങിയ ട്രങ്ക് ഭാഗം ഇന്ന് പുലർച്ചെ 2:36-ഓടെ വേർപെടുത്തി. തൊട്ടുപിന്നാലെ 2:41-ഓടെ ഡ്രാഗൺ പേടകം ഭൂമിയിലേക്ക് പ്രവേശിക്കാനായുള്ള അവസാനവട്ട എഞ്ചിൻ ജ്വലനം നടത്തുകയും ലാൻഡിംഗ് പാത ഉറപ്പിക്കുകയും ചെയ്തു. 3:30-ഓടെ പേടകം മെക്സിക്കൻ ഉൾക്കടൽ ഫ്ലോറിഡയുടെ തീരത്ത് ചേർന്ന് ലാൻഡ് ചെയ്തു. സ്പേസ് എക്സിന്റെ MV മേഘൻ എന്ന കപ്പൽ പേടകത്തെ കടലിൽ നിന്നും വീണ്ടെടുക്കുകയുമായിരുന്നു.